ഡിഗ്രി മെയിൻസിന്റെ സിലബസ് മാറുകയാണെങ്കിൽ നമുക്ക് ഈ മാസം 20-നും 25-നും ഇടയ്ക്ക് നമുക്ക് അറിയാൻ പറ്റും. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു? നോക്കിയ മക്കളെ, ഡിഗ്രി മെയിൻസിന്റെ എക്സാം സ്റ്റാർട്ട് ആവാൻ പോകുന്നത് PSC കലണ്ടർ അനുസരിച്ച് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ഡിഗ്രി മെയിൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ 2026 PSC ആനുവൽ കലണ്ടർ നോക്കുകയാണെങ്കിൽ PSC ഏത് മാസം ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നോ ആ മാസം തന്നെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഡിഗ്രി പ്രിലിംസ് എടുക്കാം. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് മെയ് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലായിരിക്കും ഡിഗ്രി പ്രിലിംസ് എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് മെയ്യിൽ 2 ഫേസ് നടത്തി, ജൂണിൽ അതിന്റെ 3ാമത്തെ ഫേസ് നടത്തി, ജൂൺ മാസം ആദ്യം തന്നെ അത് PSC കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മെയിൻസ് എക്സാമും അതുപോലെ തന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ നടക്കുമെന്ന് പറഞ്ഞാൽ ഏത് മാസം നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം? ഓഗസ്റ്റ് മാസം അതിന്റെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അവിടെ നോക്കേ, ഇതുവരെ PSC ഏത് മാസത്തെ എക്സാം കലണ്ടർ വരെ ഇട്ടിട്ടുണ്ട്? PSC ഇതുവരെ ജൂലൈ മാസത്തെ എക്സാം കലണ്ടർ വരെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് വരാൻ പോകുന്ന മാസം ഓഗസ്റ്റ് ആണ്. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തെ എക്സാം കലണ്ടർ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? ഈ മെയ് ഒരു 20-നും 25-നും ഇടയ്ക്ക് നമുക്ക് എക്സാം കലണ്ടർ പ്രതീക്ഷിക്കാം. ആ എക്സാം കലണ്ടറിന്റെ കൂടെ ഏതും കാണും, ആ ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസും കാണും. അതായത് സിലബസിനായിട്ട് ഇനി ഒരുപാട് ദിവസം ഒന്നും കാത്തിരിക്കാനില്ല, ഒരു 5 മുതൽ 10 ദിവസം വരെ മാത്രമേ കാത്തിരിക്കാനുള്ളൂ. ആ ഒഫീഷ്യൽ സിലബസ് അങ്ങ് വരും. ഇനി സിലബസ് മാറാനുള്ള സാധ്യതയുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. സിലബസ് മാറാനുള്ള ചാൻസ് ഉണ്ടോ? അപ്പൊ ഞാനിപ്പോൾ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എടുക്കുകയാണ്. സോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുമ്പോൾ 2022 അവസാനമായിട്ട് പുതിയ സിലബസ് വന്നത്. ആ സിലബസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 37 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് അതിനകത്ത് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ളത്? നോക്കേ, ഒന്ന് ഫസ്റ്റ് ഇവിടെ കിടപ്പുണ്ട്, ഇമ്പോർട്ടന്റ് ആക്ട്സ് എഡ്യൂക്കേഷൻ പോളിസി, ഇമ്പോർട്ടന്റ് ആക്ട്സ് എഡ്യൂക്കേഷൻ പോളിസി, ആക്ട്സ് ആൻഡ് കമ്മീഷൻസ് എക്സെട്ര. 13 മാർക്കിനാണ് എഡ്യൂക്കേഷൻ പോളിസി വരുന്നത്, 13 മാർക്ക്. ദെൻ കറണ്ട് അഫേഴ്സ് വരുന്നത് 15 മാർക്കാണ്. അത് കഴിഞ്ഞ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്നത് 3 മാർക്ക് വെച്ച് വരുന്നുണ്ട്. ടോട്ടൽ 15, 13, 28, 31, 34, 37 മാർക്കാണ്. 100 മാർക്കിൽ 37 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആണ്. കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ പോളിസി കാര്യങ്ങളെല്ലാം മെയിൻസിന്റെ സിലബസിനകത്ത് വന്നിട്ടുണ്ട്. സോ ഇതിൽ കൂടുതൽ വരാനായിട്ടുള്ള സാധ്യത കുറവാണ്. വന്നാൽ തന്നെ നമുക്ക് ആ സമയത്ത് നോക്കാം. അത് 5 ദിവസം കൂടെ കാത്തിരുന്നാൽ മതി. ഈ മാസം നമുക്ക് എന്തായാലും കലണ്ടർ വരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് സിലബസും പ്രതീക്ഷിക്കാം. ഇനി അതിനുശേഷം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കിയേ. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2022 അവസാനമായിട്ട് എക്സാം കഴിഞ്ഞത്. അവിടെയും 5 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് കിടപ്പുണ്ട്. ഇമ്പോർട്ടന്റ് ആക്ട്സ് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് കിടപ്പുണ്ട്. പക്ഷെ 5 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറഞ്ഞു പോയി. അവിടെയും കറണ്ട് അഫേഴ്സ് 15 മാർക്കാണ്. ദെൻ ബയോളജി 6 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ പുതിയ ഒഫീഷ്യൽ സിലബസിനായിട്ട് ഇനി കുറച്ച് ദിവസം കൂടെ കാത്തിരുന്നാൽ മതി. അഥവാ സിലബസ് വന്നാൽ തന്നെ മാറാനുള്ള സാധ്യതയും കുറവായിരിക്കും. കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അവർ ഓൾറെഡി ഇട്ടേക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതലൊന്നും അഡീഷൻ കൊടുക്കാനില്ല. ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ചിന്തിക്കാം, ജോലിയുടെ സ്വഭാവം അനുസരിച്ചുള്ള സിലബസ് അല്ലേ വരേണ്ടത്. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താണെന്നറിയാം? അവിടെയുള്ള പ്രശ്നം ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. 30-ലധികം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഓരോന്നിന്റെയും ജോലി സ്വഭാവം ഓരോന്നായിരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന നോട്ടിഫിക്കേഷൻസ് ആണ്, ഇതിനകത്ത് വരുന്ന ഓഫീസുകളാണ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണ് KSFE, KSEB, അതേപോലെ തന്നെ KMML, കെൽട്രോൺ, കേരള ബാംബു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അപ്പോൾ KSFEയുടെ ജോലി സ്വഭാവമല്ല KSEBക്ക് വരുന്നത്, അതിന്റെ ജോലി സ്വഭാവമല്ല ബാംബു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വരുന്നത്. അപ്പൊ പൊതുവായിട്ട് ഒരു സാധനം മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർ കഴിഞ്ഞ തവണ കൃത്യമായിട്ട് ഇമ്പോർട്ടന്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിലബസ് ഇട്ടിട്ടുണ്ട്. അതായത് മാറാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അഥവാ മാറിയാൽ തന്നെ ഇനി ഒരുപാട് കാലം ഒന്നും കാത്തിരിക്കേണ്ട, ഒരു 10 ദിവസത്തിനകത്ത് വെച്ച് നമുക്ക് സിലബസ് എന്തായാലും അറിയാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിയേ, നമുക്ക് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ആഗ്രഹം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്. കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഒന്നും കാണത്തില്ല, വലിയ ജോലി ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. ജസ്റ്റ് 10 to 5 അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ലൈഫ്, പേഴ്സണൽ ലൈഫ് ഇഷ്ടം പോലെ നമുക്ക് സമയമുണ്ട്. ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ, KSFയിലൊക്കെ ആണെങ്കിൽ അവിടെ എന്തായാലും ഒരു ധനകാര്യ സ്ഥാപനമാണ്, നല്ല സാലറി ഉണ്ട്. പക്ഷേ സ്ട്രെസ്, ഓക്കെ, ഒരു ധനകാര്യ സ്ഥാപനം വരുമ്പോൾ മേ ബി കുറച്ച് സ്ട്രെസ് വന്നേക്കാം. എന്നാലും ഒരു ടീം ടാർഗറ്റ് മാത്രമേ അവിടെ വരുന്നുള്ളൂ, ഇൻഡിവിജ്വൽ ടാർഗറ്റ് ഒന്നും വരുന്നില്ല. ഒരു ത്രില്ലായിട്ടുള്ള ഒരു ജോലിയാണ്. ഓക്കെ, അപ്പോൾ സേഫ് ആയിട്ടൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിരിക്കും ഒരു പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ എനിക്ക് കുറച്ചും കൂടെ ഏർണിങ്സ് വേണം, കുറച്ചും കൂടെ ഒരു ചലഞ്ചിങ് ആയിട്ടൊരു ജോലി വേണം, അതൊക്കെ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഭൂരിഭാഗം ആൾക്കാരും നോക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻഷുറൻസ് പോലെ ഇട്ടേക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റും ആയിരിക്കും. കാരണം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 4000-ലധികം നിയമനങ്ങളാണ് നടക്കാൻ പോകുന്നത്. 4000 ആ ഒരു റേഞ്ചൊക്കെ നമുക്ക് നിയമനങ്ങൾ പ്രതീക്ഷിക്കാം, ഗ്രേഡ് 1, ഗ്രേഡ് 2 കൂടെ ചേർത്തിട്ട്. ഓക്കെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒരു 200 മുതൽ അഡ്വൈസ്
മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കിട്ടും, അല്ല എങ്കിൽ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അല്ലെ. ഈ രണ്ട് പരീക്ഷകളും ഒരുമിച്ചായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഒരു ഡൗട്ട് കാണും, ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ സിലബസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇതിന്റെ രണ്ടിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ അതിന്റെ സിമിലാരിറ്റീസ് ഒന്ന് നോക്കി. ഇവിടെ ഹിസ്റ്ററി ദാ കിടപ്പുണ്ട്. ഹിസ്റ്ററി 5 മാർക്ക്, രണ്ടിലും ഹിസ്റ്ററി 5 മാർക്കാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരള ഗവേണൻസ് വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ സിലബസ് സെയിം ആണ്. അതായത് ഇതുവരെ സിലബസ് സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ദെൻ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ, കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇതെല്ലാം തന്നെ നോക്കി. ഇവിടെ ഇതെല്ലാം തന്നെ സെയിം ആണ്, ഒരു മാറ്റവും വരുന്നില്ല. ആകപ്പാടെ മാറുന്നത് എന്തിനു മാത്രമേ ഉള്ളൂ? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടെ 13 മാർക്കിന് ഒരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടത് ഇവിടെ കിടക്കുന്നുണ്ടോ? എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു 13 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് കിടപ്പുണ്ട്. ഇനി അതേസമയം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 5 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് വരുന്നുണ്ട്. ഇത് രണ്ടും മാത്രമേ മാറുന്നുള്ളൂ. അതായത് ചെറിയൊരു ടോപ്പിക്ക് മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. 87 മാർക്കും ഇതിന് സെയിം ആണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് സെയിം ആണ്. ദെൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടെ നോക്കിയാൽ 5 മാർക്കിന്റെ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. 95 മാർക്ക് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആണ്, വലിയ വ്യത്യാസം വരുന്നില്ല. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും രണ്ടും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കാം. രണ്ടും ഒരേ സിലബസ് ആണ് വരുന്നത്, ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. 13 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ഒരു വ്യത്യാസം മാത്രമേ ഈ സിലബസിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, എന്തായിരിക്കണം നമ്മുടെ ഫോക്കസ് ഏരിയ വരേണ്ടത്? ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് മക്കളെ, നമ്മൾ പ്രിലിംസിന്റെ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി അതിനുവേണ്ടി ഒരു എക്സ്ട്രാ എഫേർട്ട് കൊടുക്കണമെന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. പകരം ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതായത് പ്രിലിംസിന്റെ ടോപ്പിക്കുകൾക്ക് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കൊടുക്കുക. പ്രിലിംസിന്റെ ടോപ്പിക്കുകൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കൊടുക്കുക നല്ലതായിരിക്കും. ഇപ്പം നമുക്കൊരു ടോപ്പിക് അറിയത്തില്ലെങ്കിൽ ആ ടോപ്പിക്ക് മാത്രം പഠിക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ റിവിഷനായിട്ട് നിങ്ങൾ സ്റ്റഡി നോട്ട് മാത്രം ഉപയോഗിച്ചാലും നല്ലതായിരിക്കും. ക്ലാസ് കാണണമെന്ന് ഞാനൊരു നിർബന്ധം പറയത്തില്ല. ആ ക്ലാസ് ഓക്കെ, ഒരു ഡൗട്ടുള്ള മേഖലയാണെങ്കിൽ ക്ലാസ് കാണുക, ഇല്ലെങ്കിൽ സ്റ്റഡി നോട്ട്സ്, പക്ക റിവിഷൻ നോട്ട്സ് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്ത് നിങ്ങളുടെ സമയത്തെ മാക്സിമം നിങ്ങൾ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എന്തായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി? ഇപ്പോൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഏതാണ്ട് ഒരു 68ഓളം മാർക്ക് പ്രിലിംസിന്റെ സെയിം സിലബസ് ആണ്, മാറ്റമൊന്നുമില്ല. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 63 മാർക്ക് വന്നിട്ട് 63 മാർക്ക് പ്രിലിംസിന്റെ സെയിം സിലബസ് ആണ്, ഒരു മാറ്റമില്ലാത്തൊരു സിലബസ് ആണ്. സോ ഇത്രയും മാർക്ക് കളഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് സ്പെഷ്യൽ ടോപ്പിക് നോക്കുകയാണെങ്കിൽ ഇവിടെ കറണ്ട് അഫയേഴ്സ് 15 മാർക്ക് വരുന്നു, ഇവിടെയും കറണ്ട് അഫയേഴ്സ് 15 മാർക്ക് വരുന്നു. അത് കഴിഞ്ഞ് ഫിസിക്സ് വന്നിട്ട് 3 മാർക്കാണ്, കെമിസ്ട്രി 3 മാർക്കാണ്, ലൈഫ് സയൻസ് 6 മാർക്കാണ്, ഇവിടെ ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ബയോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് വരുന്ന 3 മാർക്ക്. ഇങ്ങനെയാണ് മെയിൻസിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇതാണ് എക്സ്ട്രാ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടായിട്ട് നിങ്ങൾ കാണുക. ഇത് പ്രിലിംസ് ആണ്, ഇവിടെ മെയിൻസ് ആണ്. ഏറ്റവും അധികം മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? പ്രിലിംസിന്റെ ടോപ്പിക്കുകൾ തന്നെയാണ് ഏറ്റവും അധികം മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഒരിക്കലും അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. സോ പ്രിലിംസിന്റെ ഈ ടോപ്പിക്കുകൾക്ക് നിങ്ങളിപ്പോൾ പുതുതായിട്ട് ക്ലാസ് കാണണം, പുതുതായിട്ട് പഠിക്കണം, അങ്ങനെയുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ നമുക്ക് അറിയാത്തൊരു ടോപ്പിക് ആണെങ്കിൽ, എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ടോപ്പിക്ക് പഠിച്ചിരിക്കണം, അതിന് റിവിഷൻ കൊടുത്തിരിക്കണം, അതിന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. അല്ലാത്ത ടോപ്പിക്കുകൾക്കെല്ലാം, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കുകൾക്കെല്ലാം തന്നെ പ്രോപ്പറായിട്ട് റിവിഷൻ കൊടുക്കാം. അതിപ്പോൾ ക്ലാസ് കാണണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സെറ്റായിട്ട് നോട്ടുണ്ട്, ഒരു അടിപൊളിയായിട്ട് നോട്ടുണ്ട്, ആ നോട്ട് വെച്ച് നിങ്ങൾക്ക് റിവിഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരാഴ്ചയിൽ ഒരിക്കലും ഓരോ ടോപ്പിക്കിനെ വെച്ച് റിവിഷൻ കൊടുത്ത് സ്പീഡിന് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കലും മറക്കത്തില്ല. പ്ലസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കൊടുത്തോ, പ്രിലിംസിന്റെ ടോപ്പിക്കിന്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അത് റിവിഷന്റെ പോലും ആവശ്യം വരത്തില്ല. മാത്സ് ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 10 മാർക്ക് അവിടെ സേഫ് ആണ്. ഇംഗ്ലീഷ് ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 10 മാർക്ക് അവിടെയും സേഫ് ആണ്. മലയാളം ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടെയും നമുക്ക് മാർക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഫുള്ള് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സേഫ് ആയിട്ടൊരു മാർക്ക് നമുക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റും. നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് മാർക്ക് കിട്ടിയാലും ഇവിടെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് മാർക്ക് കിട്ടിയാലും നമുക്ക് കിട്ടുന്നത് ഒരേ മാർക്ക് തന്നെയാണ്, അല്ലാതെ കൂടുതലും കുറവൊന്നുമല്ല. അപ്പോൾ
പലരും ചിന്തിക്കുന്നത് മെയിൻസ് ആണ് റാങ്ക് നിർണ്ണയിക്കുന്നത്, സോ മെയിൻസ് ഓടിപ്പോയി പഠിക്കാം, മെയിൻസ് ഫുള്ള് തീർത്തോണ്ടിരിക്കാം, പ്രിലിംസ് അവിടെ കിടക്കട്ടെ. ഒരു കാര്യമില്ല, നമ്മൾ മറന്നു പോകും കാര്യം. മാർക്ക് കോൺട്രിബ്യൂഷൻ കൂടുതൽ കൊടുക്കുന്നത് പ്രിലിംസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസും റിവിഷനും കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ആ ടോപ്പിക്കാണ് റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ടെൻസസിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ടോപ്പിക്കാണ് നിങ്ങളുടെ മനസ്സിനകത്ത് റിവിഷൻ നടത്തുകൊണ്ടിരിക്കുന്നത്. ടൈം ആൻഡ് വർക്കിലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാത്സിൽ കിട്ടി, ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ടോപ്പിക്കാണ് നിങ്ങളുടെ മനസ്സിനകത്ത് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നിങ്ങൾക്ക് റിവിഷൻ നന്നായിട്ട് ഹെൽപ്പ് ആക്കും. മാത്രമല്ല കോൺഫിഡൻസ് നന്നായിട്ട് തരും, സ്പീഡെല്ലാം കൂട്ടും, ഭയങ്കര കോൺഫിഡൻസിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി മെയിൻസ് ആണെങ്കിൽ മക്കളെ വേറെ ഒന്നും നോക്കാനില്ല. മെയിൻസിനകത്ത് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാം, പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മൊത്തം അറിയാം. ആ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഫസ്റ്റ് മൊത്തം പഠിച്ചു തീർക്കാം. അതായത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ്, സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ്സ്, സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീംസ്, അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ, കേരളത്തിലെ ആദ്യ, ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ്, അതേപോലെ മിലിറ്ററി എക്സസൈസ്, പിന്നെ ലിറ്റററി അവാർഡ്സ്, സ്പോർട്സ് അവാർഡ്സ്, സ്പോർട്സ് ഇവന്റ്സ്, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കിൽ ഫസ്റ്റ് പഠിക്കാം. എല്ലാ ദിവസവും ഒരു 25 ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്ത് വെക്കും. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ മെയിൻസിന്റെ എല്ലാ ദിവസവും ഒരു ടോപ്പിക്ക് വെച്ച് മസ്റ്റ് ആയിട്ട് പഠിച്ചു പോവുക, ഒരു ടോപ്പിക്ക് മിനിമം വെച്ച് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക, അതിന് റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. അപ്പോൾ കറണ്ട് അഫയേഴ്സ് 15 മാർക്കുണ്ട്, ഒരിക്കലും അതിനെ മിസ്സാക്കരുത്. ആദ്യം തന്നെ ആ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിച്ചിട്ട് എല്ലാ ദിവസവും ഒരു 25 ക്വസ്റ്റ്യൻസ് വെച്ചൊന്ന് പഠിച്ചു പോകണം. അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്ക്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസി, അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആക്ട്, ഒരു ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് ഓടിച്ചല്ല നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഈ 90 ദിവസം കൊണ്ട് നമുക്ക് സിലബസ് ഒക്കെ പുട്ടുപോലെ നമുക്ക് തീർക്കാൻ പറ്റും. ഒരുപാട് റിവിഷൻ നടത്താൻ പറ്റും, ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതിയ കോൺഫിഡൻസോടെ നിങ്ങൾക്ക് എക്സാം സെന്ററിലേക്ക് നടന്ന് കയറാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഈ ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. അപ്പോൾ ഒരു നോർമൽ എക്സാം പോലെ ഒരിക്കലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നിങ്ങൾ കാണരുത്. കാരണം എന്താണ്? വേക്കൻസിയാണ്. എത്ര വേക്കൻസിയാണ് വരുന്നത്? ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം കൂടെ ചേർത്തിട്ട് 4000-ഓളം വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടും കൂടെ ചേർത്തിട്ട് ഞാൻ പറയുന്നു, ഒന്ന് മാത്രമല്ല, 4000-ഓളം വേക്കൻസി അതിനകത്ത് ഫില്ലാകും. അതൊരു വലിയ വേക്കൻസിയാണ്. ഇപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 600 അഡ്വൈസ് മാത്രമേ നടക്കത്തുള്ളൂ. സബ് ഇൻസ്പെക്ടർ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 75 അഡ്വൈസ് മാത്രം പോകും. എക്സൈസ് ഇൻസ്പെക്ടർ നോക്കുകയാണെങ്കിൽ ഒരു 50 അഡ്വൈസ് പോകും. അസിസ്റ്റന്റ് ജയിലർ നോക്കുകയാണെങ്കിൽ ഒരു 50-60 അഡ്വൈസ് പോകും. അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ ഒരു 200-300 അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ബാക്കി ഏതാണ്? SPCAD നോക്കുകയാണെങ്കിൽ ഒരു 150, അത്രയൊക്കെ പോകുന്ന ഡൗട്ടാണ്. അത്രയും നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ആണെങ്കിൽ ഒരു 15 അഡ്വൈസ് പ്രതീക്ഷിക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ കാറ്റ് ആണെങ്കിൽ നമുക്കൊരു 20 ആ റേഞ്ചോളം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കി എല്ലാം കൂടെ ചേർത്ത് വച്ചാൽ പോലും ഒരു 1500 നിയമനങ്ങളൊക്കെ മാത്രം നടക്കുമ്പോൾ, അതിൽ താഴെ മാത്രം നടക്കുമ്പോൾ, ഇവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒറ്റയ്ക്ക് നിന്ന് 4000-ഓളം നിയമനങ്ങളാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാൻസ് ഒരിക്കലും പിന്നെ കിട്ടത്തില്ല. സോ പ്രിലിംസ് നിങ്ങൾ സേഫ് ആയിട്ട് ഒരു സ്കോർ നേടിയിട്ടുണ്ടെങ്കിൽ മക്കളെ, മെയിൻസിന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. കാരണം ഇത്രയും വലിയൊരു ചാൻസ്, അതിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, പിന്നെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നന്നായിട്ട് പഠിച്ചോ. അപ്പോൾ നമ്മൾ ഈ 18-ാം തീയതി ഡിഗ്രി മെയിൻസിൻ്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനകത്ത് നമുക്ക് എന്തായാലും 20-25 ആകുമ്പോൾ നമുക്ക് സിലബസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പുതിയ മാറിയ സിലബസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എന്തായാലും ബാക്കി ഉള്ള സെലക്ടഡ് ടോപ്പിക്കുകൾ വെച്ച് പ്രിലിംസിൻ്റെ ടോപ്പിക്കുകളിൽ ഒരു ആദ്യം മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ ആദ്യമേ നിങ്ങൾക്ക് ലോഡായി വരും. അല്ലെങ്കിൽ പിന്നീട് ഒരുമിച്ച് പഠിക്കാൻ പറ്റത്തില്ല. വ്യക്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ നമുക്കുണ്ട്, ഒരു അടിപൊളി സ്ട്രാറ്റജി ഉണ്ട്. അതിനകത്ത് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന നല്ല ക്ലാസ്സസ് ആയിരിക്കും, നല്ല നോട്ട്സ് ആയിരിക്കും, പക്ഷേ കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പ് അതിനകത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ മനസ്സിൽ നിന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എന്താണ് ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഭയങ്കര ഉഴപ്പുണ്ട്, ഞാൻ നന്നായിട്ട് ഉഴപ്പുന്നുണ്ട്. സോ ആരെങ്കിലും ഒരാൾ എന്നെ ഒന്ന് ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, ഒരു ടീം നമ്മുടെ കൂടെ നമ്മുടെ എഫേർട്ടിൻ്റെ പകുതി എടുക്കാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? യെസ്, അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കും. എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ടുള്ളൊരു മെൻറ്റർഷിപ്പ് സെഷൻ കാണും. അതിനകത്ത് ഓരോ പ്രോബ്ലം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, എങ്ങനെ ടൈം മാനേജ് ചെയ്യാം ഒരു സെഷൻ, എങ്ങനെ നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം രണ്ടാമത്തെ സെഷൻ, അങ്ങനെ കൃത്യമായിട്ടൊരു സെഷൻ വെച്ച് ഒരു ടൈം മാനേജ്മെൻറ്റ് സെഷൻ അല്ലെങ്കിൽ ഒരു മെൻറ്റർഷിപ്പ് സെഷൻ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനകത്ത് കിട്ടിയിരിക്കും. പിന്നെ ഏറ്റവും നല്ല ക്ലാസ്സും സെറ്റായിട്ടുള്ള നോട്ട്സും, അതിൻ്റെ ഡെമോ നോട്ട്സൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ആ ക്വാളിറ്റി നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നല്ല ഫാക്കൽറ്റീസ് ആയിരിക്കും, ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് ആയിരിക്കും ക്ലാസ്സസ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, നിങ്ങൾ കൂടെ പോകുന്നു, ബാക്കിയെല്ലാം സെറ്റാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങിക്കോ. അപ്പോൾ നമ്മുടെ ബാച്ചിനകത്ത് ഫസ്റ്റ് ബാച്ചിനകത്ത് 250 കുട്ടികൾക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ചിലായിരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും ഫെസിലിറ്റീസും ബാക്കിയെല്ലാം വരാൻ പോകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. അതിനായിട്ട് 8281 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. 8281223366 അല്ല എങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ, അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നേരെ നിങ്ങൾക്ക് ബാച്ച് കാണാൻ പറ്റും, പർച്ചേസ് ചെയ്തോ. അപ്പോൾ അതിനകത്ത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID അതിന് 3 കൂടെ ചേർത്ത് ഒരു ബാച്ചും, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ ഇതിന് 3 കൂടെ ചേർത്ത് മറ്റൊരു ബാച്ചും ആയിരിക്കും വരുന്നത്. അപ്പോൾ ഏത് ബാച്ചാണോ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് ജോയിൻ ചെയ്തോ, നന്നായിട്ട് പഠിച്ചോ, കൂടെ നമ്മളുണ്ട്. ഓക്കെ, ക്ലാസ്സിൽ കാണാം.